3M പോളിഷ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സർവീസ് ഇപ്പോൾ 38,000 ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രിഡ്ജ് വേന്ന് 4 ദിവസം മുന്നേ ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ട്. 14,000 വെറും 14,000 ഉറപ്പിക്കാം. കൺഫേം. എങ്ങനെ തല കുത്തി പറഞ്ഞ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് വണ്ടിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ തന്നെ റിമോട്ടിൽ തന്നെ നമുക്ക് സ്ലൈഡിംഗ് ഡോർസും മറ്റേ ഇതെല്ലാം ഓപ്പൺ ആവും, ബൂട്ടൊക്കെ ഓപ്പൺ ആവും. ഓക്കെ, ഒരു വെൽഫെയർ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതെ 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 എന്തായാലും എടുക്കാം അല്ലേ. ഇത് എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വഫീഖ് ബൈൻ്റെ അടുത്ത് ഡീൽ യുവർ റൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിന്റെ റെസ്പോൺസ് ഒക്കെ? വീഡിയോ നല്ല റെസ്പോൺസാണ്. വണ്ടിയെല്ലാം പോയോ? വണ്ടി ഓൾമോസ്റ്റ് എല്ലാ വണ്ടി പോയി. ഒരു 1-2 വണ്ടി മാത്രമേ ബാലൻസ് ഉള്ളൂ. 2 വണ്ടിയും 2 ആളുകൾ അഡ്വാൻസ് തന്നു. പിന്നെ ലോണിന്റെ ഒക്കെ വിഷയമായിട്ട് ഇങ്ങനെ നിന്ന് പോയതാ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഉണ്ടായി. ഓക്കെ, അപ്പോൾ എന്താ പ്രീമിയം വണ്ടികൾ, റീ വണ്ടികളാണ് ഇവിടെ ചെയ്യാറുള്ളത്. അതിൽ തന്നെ ക്രിസ്റ്റ ഉണ്ട്. നിങ്ങളിപ്പോൾ ഫ്രെയിം കാണുന്നുണ്ടാവില്ല, ക്രിസ്റ്റ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ഈ സ്റ്റോക്ക് ഇപ്പോൾ കഴിയുള്ളൂ ഈ 5 വണ്ടി. ഇതാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എല്ലാം ഇതിൽ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആകെ എല്ലാം 60,000 ബിലോ ഉള്ള വണ്ടികളാണ്. ആദ്യം സെലക്ടഡ് വണ്ടികൾ മാത്രമേ എടുത്ത് വെക്കലുള്ളൂ. ഓക്കെ, കുറച്ച് വണ്ടികൾ ഒരു എല്ലാം 3 മാസം 4 മാസം കൂടുമ്പോഴാണ് വീഡിയോ ചെയ്യാറുള്ളത് അല്ലേ? എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു 3-4 വണ്ടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വാളിറ്റി എന്തായാലും ഉറപ്പ് കൊടുക്കാം. അതെ അതെ, എന്തായാലും പ്രഷർക്ക്. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ചെറുവണ്ണൂരാണ്. അതായത് രാമനാട്ടുകരയിൽ നിന്ന് കടലുണ്ടി പോകുന്ന റൂട്ട് അല്ലേ? 4 കിലോമീറ്റർ. രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് ഓൾഡ് റോഡ് ബൈപ്പാസ് കയറി പോവാതെ ഓൾഡ് റോഡിൽ ഇങ്ങോട്ട് കയറണം അല്ലേ? കടലുണ്ടി റോഡിലേക്ക് ഓൾഡ് റോഡ് എന്ന് പറയും. ഓൾഡ് റോഡ്. ഓക്കെ, അതാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ മാക്സിമം പ്രൈസ് മുട്ടിച്ചിട്ട് തന്നെ പറയാൻ പറ്റുമോ? മാക്സിമം നോക്കിയിട്ട് കൊടുക്കാം. എല്ലാം കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണ്. എല്ലാം ഒക്കെ സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്ക, എല്ലാം ഒരു എന്താ പറയുക ഒക്കെ കറക്റ്റ് മെയിൻറ്റൈൻഡ് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും വീഡിയോ. ആദ്യം തന്നെ നമുക്കൊരു അടിപൊളി BMW അങ്ങ് തുടങ്ങാം. BMW 520D ആണ് അല്ലേ? അതെ അതെ അതെ. എന്താ അവസ്ഥ? എന്താ വണ്ടി? 2018 മോഡല് BMW 520D ലക്ഷറി ലൈൻ, ഏറ്റവും ടോപ്പ് എൻഡ്. 2018 G30 എന്ന് പറഞ്ഞ ഫേസ് ലിഫ്റ്റ് വരുന്ന ന്യൂ ഷേപ്പ് മോഡലാണ്. ഓക്കെ, പിന്നെ ഇമ്പീരിയൽ ബ്ലൂ മെറ്റാലിക് കളർ വരുന്ന വണ്ടിയാണ്. ആകെ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആകെ 38,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. 38,000 18 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത്. ഒറിജിനൽ പോണ്ടിച്ചേരി തന്നെ ഞങ്ങൾ എടുത്തതാണ്. അതായത് ഒരു 0 ക്ലെയിം ആണ്. വണ്ടിന്റെ മുകളിൽ ഒരു പെയിന്റ് ജോബും കാര്യങ്ങളും ഒന്നും കയറിയിട്ടില്ല. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെ പറയാം. എന്റെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ഇന്നലെ ഇപ്പോൾ 38,000 ഇയർലി ചെയ്യേണ്ട സർവീസ്, കിലോമീറ്റർ കുറവായതുകൊണ്ട് ഇയർലി ചെയ്യേണ്ട സർവീസ് ഉണ്ട്. ആ സർവീസ് നമ്മൾ ഇന്നലെ BMW കാലിക്കറ്റ് ഷോറൂമിൽ നിന്ന് ഓട്ടോക്രാഫ്റ്റിൽ നിന്ന് ഇന്നലെ എടുത്തതാണ്. പിന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഒന്നും കസ്റ്റമർക്ക് ഡീസൽ അടിച്ചിട്ട് ഓടിക്കാനേ ഉള്ളൂ. ഇപ്പൊ കൊണ്ടുപോയാൽ 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ജെന്യൂൻ കിലോമീറ്റർ ആണ്, കറക്റ്റ് സർവീസ് റെക്കോർഡ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, കീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം A to Z സാധനങ്ങൾ നമുക്ക് കൊടുക്കാം. സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം കൊടുക്കാം. എല്ലാം A to Z അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെയിമോ സ്ക്രാച്ചോ കാര്യങ്ങളോ? ഫാൻസി നമ്പർ 1 9339 ഫാൻസി നമ്പർ. ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് മാറുന്നത് പോണ്ടിച്ചേരി അഡ്രസ്സുള്ള ആൾക്കാർക്ക് സുഖമാണ്. സുഖമായിട്ട് ചെറിയ പൈസക്ക് നമുക്ക് മാഹിക്കാർക്കൊക്കെ ഇങ്ങോട്ട് മാറാൻ അപ്രോക്സ് ഒരു 5 lakhs 5.25 ആ റേഞ്ചിൽ കേരളത്തിലേക്ക് മാറാണെങ്കിൽ കാണേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 29,75. 29,75,000 രൂപയ്ക്ക് 2018 മോഡൽ ലക്ഷറി ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് BMW 520D സിംഗിൾ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? 0 ക്ലെയിം. ടച്ചപ്പ് പോലും കയറിയില്ല. 0 ക്ലെയിം, ഹൈ ക്വാളിറ്റി ടച്ചപ്പ് വരെ കയറിയില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മറ്റേ ഇത് വെച്ച് ചെക്ക് ചെയ്യാം. അൽക്കോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത്രയും ധൈര്യത്തിൽ അതുകൊണ്ടാണ്. ഒന്നാമത് നമ്മൾ അത്രയും കിലോമീറ്റർ കുറഞ്ഞ വണ്ടി നമുക്ക് സെലക്ടഡ്, നമ്മൾ കുറച്ച് വീഡിയോസേ ചെയ്യാറുള്ളൂ. അപ്പൊ നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇങ്ങോട്ടേക്ക് മാറിന 5-5.25 കാണേണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതോ മെഴ്സിഡസ് ബെൻസിന്റെ ഇപ്പോൾ എന്താ പറയാ ഏറ്റവും കൂടുതൽ ആളുകൾ തപ്പി നടക്കുന്ന ഒരു മോഡലാണ് C220D ആണ് അല്ലേ? അതെ, 2017 രജിസ്ട്രേഷൻ വരുന്നത്. 2016 ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് ഉള്ളൂ. 2017 രജിസ്ട്രേഷനും ഡെലിവറി ഉള്ള C220D അവൻഗാർഡ് C ക്ലാസ്സിലെ
അവൻഗാർഡ് W205 ഈ ഷേപ്പ് ടോപ്പ് അല്ലേ അവൻഗാർഡ് ഒറ്റ ടോപ്പ് ഉണ്ട് പാനോറമിക് റൂഫ് വരുന്നത്. അതെ, ഓക്കെ. പാനോറമിക് റൂഫ് വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആകെ 37,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. 37,000 സിംഗിൾ ഓണർഷിപ്പാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലാണ്. ഇൻഡിവിജ്വൽ ടു കമ്പനിയാണ്. ആ 2 അഡ്രസ്സും നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടും സെയിം അഡ്രസ് ആണ്. ഒരു കമ്പനി പേരുന്ന് ഇതിലേക്ക് മാറ്റി ഡിപ്രിസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി ചെയ്തതാണ്. ഹൈലൈറ്റ് 37,000 കിലോമീറ്റർ ആണ്. പിന്നെ ഒരു 2021 ആ സമയത്ത് ഇവർ കംപ്ലീറ്റ് പുതിയ മോഡലിൽ C300ന്റെ അലോയ് വീൽസ് കമ്പനി സ്റ്റോക്ക് അലോയ് വീൽ ചെയ്തിട്ടുണ്ടല്ലോ. പുതിയ മോഡൽ അലോയ് വീലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റി ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡലിലേക്ക് വീല് നല്ല ഭംഗിയുള്ള വീലാ MG വീല്. ഓക്കെ. അപ്പോൾ ഇത് 16 മോഡലും 17 രജിസ്ട്രേഷനും വരുന്നുണ്ട് ഈ ഒരു വാഹനം. ഡയമണ്ട് സിൽവർ കളറിൽ ബ്ലാക്ക് കളർ ഇന്റീരിയർ വരുന്ന വണ്ടിയാണ്. ബ്ലാക്ക് കളർ ഇന്റീരിയർ അല്ലേ? അതങ്ങനെ തന്നെ നമ്മൾ 2 ടൈപ്പിൽ പുതിയ വണ്ടി ഡെലിവറി എടുക്കുമ്പോണ്ടോ ബീജ് വേണോ ബ്ലാക്ക് വേണോ പാനോറമിക് റൂഫ് ഒക്കെ വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ 0 ക്ലെയിമാ. ഓക്കെ. വണ്ടി ഒന്നും ആയിട്ടില്ല. ആ ഫ്രഷ് കണ്ടീഷൻ, ആ AC യുടെ സ്മെല്ല് വരെ പോയിട്ടില്ല. എല്ലാം കറക്റ്റ് സർവീസ് റെക്കോർഡാണ്. ഇത് എവിടെയാ? പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ്. തമിഴ്നാട്. ഓക്കെ. തമിഴ്നാട് തമിഴ്നാട്ടിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ വണ്ടികൾ ഇത്ര ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. നല്ല വണ്ടി കിട്ടിയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാ. അത്രയും ഒരു തരി മണ്ണ് വരെ ഉണ്ടാവില്ല വണ്ടിയിൽ. ഓക്കെ. അപ്പോൾ നല്ലൊരു അടിപൊളി C20. പിന്നെ ജസ്റ്റ് ഒരു 3Mന്റെ പോളിഷ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സർവീസ് ഒക്കെ കഴിഞ്ഞ സർവീസ് ഇപ്പോൾ 38,000 ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രിഡ്ജ് വേന്ന് 4 ദിവസം മുന്നേ ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ഇതിനേപോലെ ഒരു ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് ആണ്. കഴിഞ്ഞ 4-5 ദിവസം മുന്നേ എടുത്ത പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി 53,000 സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വർഷം ഇയർലി ചെയ്യാം. അല്ലെങ്കിൽ ഇയർലി കറക്റ്റ് പീരിയോഡിക്കലി മെയിൻറ്റെയിൻഡ് ആയിട്ടാണ്. 0 ക്ലെയിം, ഒരു പെയിന്റ് ജോബും ഇല്ല, ഒരു ടച്ചപ്പ് വരെ ഇല്ല, ഒന്നുമില്ല. നമ്മളും ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു 3Mന്റെ പോളിഷ്, പിന്നെ അതേപോലെ 3Mന്റെ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താ പറയാ, കംപ്ലീറ്റ് ടിൻറ്റഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാ ഓൾ ഗ്ലാസും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വെയിലടിക്കുന്ന മെയിൻ ഗ്ലാസ് ഒക്കെ നല്ല ക്ലീനാ വണ്ടി. അങ്ങനെ കണ്ടപ്പോ ഞാൻ അങ്ങനെ കിട്ടിയപ്പോ അങ്ങനെ എടുത്തതാ. നല്ല വണ്ടി. ഓക്കെ. എന്തായാലും എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത് NOC? ഇത് നമുക്ക് ഒന്നെങ്കിൽ NOC എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തമിഴ്നാട് അഡ്രസ് ഉള്ളവർക്കാണെങ്കിൽ 22 രൂപക്ക് കൊടുക്കാം. 22 ലക്ഷത്തിന് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ C220D വെറും 38,000 കിലോമീറ്റർ ഓടിയ അവൻഗാർഡ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. കമ്പനിയിൽ നിന്ന് തന്നെ ആളുടെ പേരിൽ മാറിയതാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ നമ്മൾ ഡൽഹി റേറ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടൊക്കെ വണ്ടികൾ ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 60,000 അബവ് ഓടിയ വണ്ടികൾക്ക് എങ്ങനെയായാലും മാർക്കറ്റ് പ്രൈസ് കുറയും. പിന്നെ എന്താ പറയാ, ക്ലെയിം കാര്യങ്ങൾ ഡിപ്പെൻസ്, ആക്സിഡൻസ് ഹിസ്റ്ററി. അപ്പൊ പ്രൈസ് മാക്സിമം കുറച്ച് പറഞ്ഞതാണ്. എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഈ വണ്ടി ഇതെല്ലാം നോക്കിയിട്ട് ഈ വണ്ടി വന്നിട്ട് കണ്ടിട്ട് വേറെ വണ്ടി കാണുകയാണെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്നവർ അത് ഫുള്ള് നോക്കിയിട്ട് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഡൽഹി വണ്ടി എല്ലാം നോക്കിയിട്ട് തന്നെ എടുക്കുള്ളൂ. അവർക്ക് ആ ക്വാളിറ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. വണ്ടി വന്നിട്ട് വണ്ടിന്റെ കാര്യത്തിൽ വണ്ടി പറ്റാതെ അവർ തിരിച്ചു പോകില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് മാറണമെങ്കിൽ എത്ര കാണണം? ഒരു 4 രൂപ. ഇത് 2016 ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ ഒരു 3.75 4 രൂപയുടെ ഉള്ളിൽ വരുള്ളൂ. 6 മാസം മുന്നേ നമ്മൾ 4.10 ചെയ്തത്. ആയല്ലോ, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ മിനി കൂപ്പർ D ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 ഇയർ ഓഫ് മാനുഫാക്ചർ വരുന്ന 17 ഡെലിവറി രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ വെറും 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കൂപ്പർ D. ഏതാ മോഡൽ? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ഡെലിവറി. 14,000 വെറും 14,000 ഉറപ്പിക്കാം. കൺഫേം. എങ്ങനെ തല കുത്തി പറഞ്ഞ് ചെക്ക് ചെയ്യാം. ഓക്കെ. അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതെ. ഡീറ്റെയിൽ ഇത് WB രജിസ്ട്രേഷനിൽ കേരള രജിസ്ട്രേഷനിലേക്ക് മാറിയതാണ്. വെസ്റ്റ് ബംഗാളിൽ കേരളയായി. അതെ. ഇത് ഞങ്ങൾ WB രജിസ്ട്രേഷനിലാണ് കസ്റ്റമർക്ക് കൊടുത്തായിരുന്നു. വെറും 5,000 കിലോമീറ്റർ ഉള്ളപ്പോൾ കൊടുത്തതാണ്, ഒരു 1 ഇയർ ബാക്ക്. ഇപ്പം 14,000. ഇപ്പൊ അവർക്ക് നമ്മൾ വേറൊരു BMW ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ, ഈ കസ്റ്റമറാണ് ഇതിന്റെ മുകളിൽ ഈ JCW കിറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. JCW കിറ്റ്. പിന്നെ അതേപോലെ ഇന്റീരിയറിൽ ബ്ലാക്ക് ഇന്റീരിയർ ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി. പിന്നെ കേരള ടാക്സ് ആക്കി 4343 ഫാൻസി നമ്പർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. വണ്ടി 0 ക്ലെയിം ആണ്. ഇതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഈ മറ്റേ ബമ്പേഴ്സ് എല്ലാം ഈ കിറ്റ് ഇട്ടതാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ സ്റ്റോക്ക് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതും കൊടുക്കാം. സ്റ്റോക്കും കയ്യിലുണ്ട്. ഏത് ഹൈലൈറ്റ് 14,000 കിലോമീറ്റർ മൈലേജ്, ഒരു 15-16 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. കൂപ്പർ D ആണ്, ഡീസലാണ്, പനോറമിക് റൂഫ് ഉള്ള വണ്ടിയാണ്, കറക്റ്റ് സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. സർവീസ് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം.
ഇത് നമ്മളെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അവര് ത്രൂ എടുത്ത വണ്ടിയാണ്. അവർ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓണർ അവരായിരുന്നു. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർ. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 28.5 കൊടുക്കാം നമുക്ക്. 28,50,000 രൂപയ്ക്ക് 16 മോളിൽ ഒരുപാട് ലോഡിങ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കിറ്റ് കാര്യങ്ങൾ, പിന്നെ കേരള ടാക്സ് അടിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, കേരള നമ്പർ ആയി കഴിഞ്ഞു. ശരിക്കും ഇത് കേരള ലോൺ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടും ചെയ്യും. ഇത് കേരള നമ്പർ ആക്കണേ ശരിക്കും എത്ര വരും? കേരള നമ്പർ ഇപ്പോൾ ഇത് ചെയ്തിട്ട് 3,90,000 രൂപ നമ്പർ ആക്കി. 390 നമ്പർ ആക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാൻസി നമ്പർ എല്ലാം കൂടി ഒരു 4 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ 3 lakhs ലോഡിങ്സ് ഉള്ള കംപ്ലീറ്റ് കിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ടയർസ് കാര്യങ്ങളൊക്കെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. 2017 ടയർ ആയിരുന്നു ഇതിന്റെ മുകളിലുള്ളത്. ഹാർഡ് ആയപ്പോൾ ടയർ മാറ്റി. ഇൻഷുറൻസ് ഓൾമോസ്റ്റ് സമയമുണ്ട്, ഒരു ഏപ്രിൽ വരെ സമയമുണ്ട്. നമ്മളെ ബെൻസിനും ഇൻഷുറൻസ് സമയമില്ല. ബെൻസും BMW റീസെന്റ് കഴിഞ്ഞ വീക്കിൽ എടുത്ത ഇൻഷുറൻസ്. ബെൻസിന് 23 lakhs IDV ഉണ്ട്, BMWക്ക് 32 lakhs IDV ഉണ്ട്. ഇതിനിപ്പോൾ എത്ര ഉണ്ട്? ഇതിന്റെ IDV 17 lakh IDV ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടോ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു 7 സീറ്റർ, മൊത്തം സെഗ്മെന്റ് മാറി അല്ലേ? ഓക്കെ. കിയ കാർണിവലാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഈ കാർണിവൽ ലിമോസിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ് എല്ലാം വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് 44,000 രൂപ. മോഡൽ ഏതാ? 2023 മോഡൽ ഒറിജിനൽ കേരള. 23 ഉണ്ടല്ലോ. 2023 മോഡൽ ഒറിജിനൽ കേരള 44,000 ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഹൈലൈറ്റ്സ് എന്താ വെച്ചാൽ 2028 വരെ ഇതിന്റെ അണ്ടർ വാറണ്ടിയും ഉണ്ട്, പ്ലസ് സർവീസ് പാക്കേജും ഉണ്ട്. എത്ര വരെ? 2028 വരെ ഉണ്ട്. 28 വരെ സർവീസ് ചെയ്യാം. 2023 മോഡലാണ്. അപ്പൊ ഇനി 3 സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ 2028 വരെ സമയമുണ്ട്. സർവീസിന് പോയാൽ നമുക്ക് 0 ബില്ലാണ്. ഒന്നും ചെയ്യാം. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ന്യൂ തന്നെയാണ് ഉള്ളത്. സെക്കൻഡ് ഓണർ ആണ് നിലവിൽ. സെക്കൻഡ് ഓണർഷിപ്പ്. ഫാൻസി നമ്പർ. പിന്നെ ഡോക്ടർ യൂസ്ഡ് ആണ്, അത് നമ്മൾ പറയേണ്ട. ആളുകൾ വണ്ടീന്റെ ക്വാളിറ്റി എന്താണോ ഡോക്ടറോ വക്കീലോ ആരും ഒരു വിഷയമല്ല. ഓക്കെ. 7 സീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് ഉണ്ട്. ലിമോസിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ റിക്ലൈനിങ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാലോ. നമുക്ക് വണ്ടിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ തന്നെ റിമോട്ടിൽ തന്നെ നമുക്ക് സ്ലൈഡിംഗ് ഡോർസും മറ്റേ ഇതെല്ലാം ഓപ്പൺ ആവും, ബൂട്ടൊക്കെ ഓപ്പൺ ആവും. ഓക്കെ. ഒരു വെൽഫെയർ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതെ എന്തായാലും എടുക്കാം അല്ലേ? ഇത് കിലോമീറ്റർ കുറവാണ്, എന്താ പറയുക, 0 ക്ലെയിം ആണ്, കറക്റ്റ് സർവീസ് റെക്കോർഡ് എല്ലാം ഉള്ള കറക്റ്റ്. ഒന്നാമത് ഇതൊന്നുമില്ല, എന്താ പറയുക, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 36 lakhs. 36 ലക്ഷം. 2023 ലാസ്റ്റ് ഈ ഷേപ്പിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നത് 52 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മാറി ആ വണ്ടി. 70 lakhs. അന്നത്തെ അതായത് ടൈപ്പ് 2 എന്ന് വരും. ഈ ലോഗോ മാറേണ്ട ശേഷമുള്ള വണ്ടി 2020 മുതലാണ് വരാൻ തുടങ്ങിയത്. 22 ശേഷമാണ് ഈ ടൈപ്പ് ലോഗോ വരുന്നത്. അതിൽ 23 വണ്ടി. ഓക്കെ. അപ്പം 36 ലക്ഷമാണ് ചോദിക്കുന്നത്. കേരള വണ്ടി തന്നെയാണ്, ഒന്നും ചെയ്യാനില്ല. സർവീസ് പാക്കേജും എല്ലാം ലഭിക്കുന്ന വണ്ടി. അപ്പോൾ താല്പര്യമുള്ളവരുടെ 0 ബില്ലാണ് വരാ സർവീസ്. അതെ. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ. ഇതെങ്ങനെയാണ്? ഡൽഹി വണ്ടിയാണ്. ഇത് ഡൽഹി വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ കുറവാണ്. നമ്മൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ വണ്ടികളും 60,000 കിലോമീറ്ററിന് താഴെയുള്ള വണ്ടികളാണ് എല്ലാം പറഞ്ഞത്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ 60,000 കിലോമീറ്റർ 2019 വി മാനുവൽ വണ്ടിയാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. ടോപ്പിന്റെ താഴെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഫുൾ സർവീസ് എല്ലാം ഉണ്ടോ? ഫുൾ സർവീസ്. സെക്കൻഡ് ഓണർ. ഡൽഹി രജിസ്ട്രേഷനിലെ നിലവിലുള്ള NOC അങ്ങോട്ട് എടുത്തിട്ടില്ല. 2019 കറക്റ്റ് 60,000 കിലോമീറ്റർ. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ 4 ടയറും കാര്യങ്ങളൊക്കെ പുതിയതുണ്ട്. മേജർ ക്ലെയിം ഒന്നുമില്ല. ബമ്പർ അങ്ങനെ ഉള്ളൂ, ഫ്രണ്ട് ബമ്പർ ഇട്ടുള്ളൂ. നമുക്ക് എല്ലാ ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ. ഫുൾ ഹിസ്റ്ററി ഏറ്റവും പൊട്ടിച്ച വിലക്ക് കൊടുക്കാം. നമുക്ക് നെറ്റ് പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ട് ഒരു 14,900 വിത്ത് NOCയിൽ കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറാൻ ഒരു 170 160 രൂപ. വി ആയതുകൊണ്ട് കുറവാണ്. സെഡ് ആണെങ്കിൽ 2.45 3 രൂപ വരും. 19 വി ആയതുകൊണ്ട് ഒരു വണ്ടി ചെയ്തിട്ടുണ്ട്, 2 രൂപയുടെ ഉള്ളിൽ വന്നിട്ടുള്ളൂ. 14,900 നെറ്റ് പ്രൈസ്. ക്രിസ്റ്റ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ക്രിസ്റ്റയുടെ മാർക്കറ്റ് പ്രൈസ് എല്ലാ ഇതിലും നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ലോ കിലോമീറ്റർ ആണ്. അതിന്റെ ഹൈലൈറ്റ് ലോ കിലോമീറ്റർ ക്രിസ്റ്റ കൊണ്ടുപോകാം. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സർവീസ് ഫുൾ ഹിസ്റ്ററി ഉണ്ട്. തൊട്ടടുത്ത് അമരഡായിട്ടുണ്ട്, നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്യാം. 2 കിലോമീറ്റർ അപ്പുറം തന്നെയാണ്. പിന്നെ ടയർ കാര്യങ്ങളുണ്ട്. എടുക്കുന്ന ആൾക്ക് ഡീസൽ അടിച്ചു പോകാനേ ഉള്ളൂ. ഈ ശരിക്കും ഈ കിലോമീറ്റർ മാനിപ്പുലേഷനിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് അത് നമുക്ക് ചെക്ക് ECM ഒന്നും റീഡിങ് പോകില്ല, ഒരിക്കലും പോകില്ല. ഒരു വണ്ടിയിലും പോകില്ല. ഇപ്പൊ പുതിയ ടൈപ്പ് മെഷീനറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ ഉണ്ടല്ലോ, ഓരോ റെപ്യൂട്ടഡ് ബ്രാൻഡുകളുണ്ട്. അവരുടെ അടുത്തൊക്കെ അതിന് ടൂൾ ഉണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാർ
പുതിയ സ്കാനർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം AC വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഹെൽത്ത് കാണി, ബാറ്ററിയുടെ ഹെൽത്ത്, അതൊക്കെ ഇതിന്റെ ഈ സ്കാനറിൽ കിട്ടും ചെയ്യും. ECM റീഡിങ് പോകില്ല. ഇപ്പോൾ 1,74,000 രൂപ ഇന്നോവ ക്രിസ്റ്റ ആണെങ്കിൽ 80,000 ആക്കി വെച്ചതാണെങ്കിൽ ആ റീഡിങ്ങിൽ 1.74 ECM റീഡിങ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ മാത്രം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ജെന്യൂൺ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ചില ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ കിലോമീറ്റർ ജെന്യൂൺ അല്ല എന്ന് പറയും. അപ്പൊ അത് ജെന്യൂൺ അല്ല എന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇത് ജെന്യൂൺ ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ 60,000 കിലോമീറ്റർ നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത് തന്നെയാണ് എല്ലായിടത്തും. ഏത് ഷോറൂമിൽ പോയി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. വിശ്വാസത്തിന്റെ പുറത്ത് എടുക്കാം. അതൊക്കെ വിശ്വാസമല്ല, ഞാൻ ആർക്ക് വണ്ടി കൊടുക്കുകയാണെങ്കിലും ഞാൻ ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരാളെ കൊണ്ടുപോകും. പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ട് ആരും പറയരുത്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. പിന്നെ ഒക്കെ പ്രീമിയം വണ്ടികളാണ്. നമ്മൾ സർവീസ് റെക്കോർഡ് നോക്കി മാക്സിമം നമ്മൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ 14,90 NOC പ്രൈസിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു 1.5-1.25 കണ്ടാലും ഇങ്ങോട്ടേക്ക് മാറ്റാനും പറ്റും. 2019 മോഡൽ V ഓപ്ഷൻ ഇന്നോവ മാനുവൽ ആണ്, ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഇത് നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. വേറെ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ കയ്യിൽ? കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വോൾവോ S90 നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. S90 2017 മോഡൽ വോൾവോ S90 ഇൻസ്ക്രിപ്ഷൻ ഒന്നും കൂടി വേണമെങ്കിൽ ഡീറ്റെയിൽ പറയാം. ആവശ്യക്കാർക്ക് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. 2017 വോൾവോ S90 ഇൻസ്ക്രിപ്ഷന് 44,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 23,75 പറഞ്ഞത്. പിന്നെ നമുക്ക് ഒരു കസ്റ്റമർ അഡ്വാൻസ് ഒന്നും ലോൺ കിട്ടാത്ത വിഷയത്തിൽ കുറെ ലാഗായി അങ്ങനെ ഒന്ന്. അത് നമുക്ക് ഫൈനൽ ഒരു 22 രൂപയ്ക്ക് കൊടുക്കാം ഇപ്പോൾ. 22 ലക്ഷം. പിന്നെ ഒരു 1,80,000 ഓടിയ 1,88,000 ഒരു GLE ഉണ്ടായിരുന്നു. അതും അവൈലബിൾ ആണ്. അത് കിലോമീറ്റർ കൂടിയോണ്ട് ചില ആളുകൾക്ക് അത് എടുക്കാത്ത അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പ്രൈസ് വേണമെങ്കിൽ കൊടുത്തു. കഴിഞ്ഞ വീഡിയോ നമ്മൾ 26 അങ്ങനെ എന്താണ് പറഞ്ഞത്. നമുക്കിപ്പോൾ നെറ്റായിട്ട് ഒരു 22 രൂപയ്ക്ക് കൊടുക്കാം. 22.50 കേരള വണ്ടി GLE 250, 1,88,000 കിലോമീറ്റർ, 1,90,000 തന്നെ. 2,00,000 കുറയും. വെൽ മെയിൻറ്റൈൻഡ് ആണ്. കറക്റ്റ് എന്താ പറയുക, കിലോമീറ്റർ ഇത് പറഞ്ഞ പോലെ കിലോമീറ്റർ മാനിപ്പുലേറ്റ് ചെയ്ത വണ്ടികളല്ല. അത് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. ഇപ്പം 190 ഓടിയിട്ടുണ്ട്. സർവീസ് കമ്പനിയിൽ 80-90 വരെ ഉള്ളൂ. ബാക്കി ഇപ്പൊ മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരൊക്കെ ചെയ്ത് വെക്കും. നമ്മളത് കിലോമീറ്റർ കറക്റ്റ് ആയിട്ടുള്ള ജെന്യൂൺ കിലോമീറ്റർ, അത്രയും ഹൈ കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് കേരള വണ്ടി, ഇപ്പം ഒരു കേരള വണ്ടിയാണ് ഈ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ലോ കിലോമീറ്റർ ആണ്. 2016 GLE 250യുടെ വില ഒരു 29-30 രൂപ എന്തായാലും കൊടുക്കണം. ഒരു 50-60 ഓടിയ വണ്ടിൻ്റെ നമ്മൾ 22.5 രൂപയ്ക്ക്. പിന്നെ ലോൺ വണ്ടികൾക്ക് ഫുൾ ലോണും കിട്ടും. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് 2 വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽ ആണ് കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് മൂപ്പർ അയച്ചു തരും. ഓക്കെ, അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.